എടാ പൊന്നു മോനെ, വേണ്ടാതിനും കാണിച്ചാ നീ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോവില്ല. ഈശ്വര, എന്റെ മോൻ. നിന്റെ അമ്മ അരുന്ധിതയെ കാണാതെ എടാ നിനക്ക് പരലോകത്തേക്ക് പോകേണ്ടി വരും, അറിയാവോ? പോയി കിടക്കണം അവിടെ. നിന്നോട് പറഞ്ഞു മനസ്സിലായല്ലോ കേട്ടാ. വെറുതെ ഇവനൊക്കെ നീയൊക്കെ എവിടെ പോയി കിടന്നടാ? അക്കാര്യത്തിൽ സംശയം വേണ്ട. ഫോണിൽ ഞാൻ കണ്ടതല്ലേ, അരുന്ധതി തന്നെയാ കെവിനെ വിളിച്ചത്. അപ്പൊ ഞാൻ അരുന്ധതി മാഡത്തിന്റെ വീട്ടിൽ പോയി അങ്ങനെ ഒരു ഡ്രാമ കാട്ടിയതിന്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റാ ആ കണ്ടത്. ഇനി കെവിനെ കൊണ്ട് കാര്യങ്ങൾ അരുന്ധതി മാഡം പറയിപ്പിച്ചോളൂ. എന്റെ സംശയം കെവിൻ അറിയാതെ ഐസബെല്ലയുടെ കളിയാണോ ഇതിന്റെ പിന്നിലെന്നാ. ഈ കെവിൻ ഒരു സാധു ആയോണ്ട് പറ്റിക്കാൻ എളുപ്പമാ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. പിന്നെ ഇത്രയൊക്കെ ഒപ്പിച്ചവൻ സാധു. എന്തായാലും DGPയുടെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് എനിക്കൊരു ധൈര്യം വന്നിട്ടുണ്ട്. കെവിന്റെ വഴിക്ക് കിട്ടിയില്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം നമ്മളെ നന്ദുവിലേക്ക് എത്തിക്കും. ശരി, അരുന്ധതി മാഡം വിളിക്കുന്നു. എടുക്ക്, എന്നിട്ട് ലൗഡ് സ്പീക്കറിലിട്. ഹലോ മാഡം. നിങ്ങൾ എന്റെ മോനെ എന്താ ചെയ്തേ? എസ്തപ്പാനോട് പറ അവനെ ഉപദ്രവിക്കരുതെന്ന്. ദേവിക, ഞാൻ നിന്റെ കാല് പിടിക്കാം, പ്ലീസ് മോളെ. ഋഷിയെ വേദനിപ്പിക്കരുത്. അവൻ വിളിച്ചുടനെ ഫോൺ അങ്ങ് കട്ടായി. എസ്തപ്പാൻ ആക്രമിച്ചു എന്നാ തോന്നുന്നേ. അവൻ പാവ, അവനെ വെറുതെ വിടണം. സത്യമായിട്ടും നന്ദൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല ദേവിക. അതെ, ഞാൻ എസ്തപ്പൻ ചേട്ടനെ വിളിച്ച് തൽക്കാലം ഉപദ്രവിക്കണ്ടെന്ന് പറയാം. അതിരിക്കട്ടെ, ഋഷി തന്നെയാണല്ലോ അല്ലേ വിളിച്ചത്? അതെ, അവൻ തന്നെയാ വിളിച്ച്, സംശയമില്ല. മോളെ, നീയല്ലേ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നേ. അവനെ വിട്ടുതാ. അതൊന്നും പറ്റില്ല, ഞാൻ പിന്നെ വിളിക്കാം. ദേവിക, ആ എസ്തപ്പാനോട് പറഞ്ഞിട്ട് ഋഷിയെ ഒന്ന് ഫോണിൽ വിളിച്ചു തരുമോ? ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഹലോ ദേവിക, ഹലോ. ചേച്ചി സംസാരിച്ച പണി പാടും. എന്തായാലും ആദ്യ കയറി കൃത്യമായിട്ട് കുടുങ്ങിയിട്ടുണ്ടല്ലോ. അതെ, നമ്മൾ പറഞ്ഞതൊക്കെ മാഡം കൃത്യമായിട്ട് വിശ്വസിച്ചു കഴിഞ്ഞു. ചേച്ചി, ഈ വിളിയുടെ പിന്നിൽ ചേച്ചിയുടെ കസ്റ്റഡിയിൽ ഋഷി ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമല്ല, പിന്നെ ഋഷിയെ ആരോ ആക്രമിച്ചിട്ടുണ്ട്. അവര് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? എസ്തപ്പാനോട് ദ്രോഹിക്കണ്ടെന്ന് പറയണോന്ന്. അമ്മയെന്ന് ഫോണിൽ കൂടി പറഞ്ഞപ്പോ ആരോ ആക്രമിച്ചു എന്ന്. നേരാ, അത് നമ്മുടെ ആളുകളാന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ആരായിരിക്കും ഇതിന്റെ പിന്നിൽ? എന്തായാലും ഋഷി ആരുടെയോ തടവറയില്ല. ഒരുപക്ഷെ നന്ദു അവിടെ തന്നെ ഉണ്ടാവും. അരുന്ധതിയെ വിളിച്ചത് ആരാണെന്ന് കണ്ടെത്തിയാ കാര്യം എളുപ്പാവില്ലേ? ഏത് നമ്പറിൽ നിന്നാ വിളിച്ചെന്ന് ചോദിച്ചാലോ? നീ എന്താ ഈ പറയുന്നേ? നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആള് വിളിച്ചത് ഏത് നമ്പറിൽ നിന്നാന്ന് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുമോ? അത് ശരിയാ. ഏതായാലും വഴികൾ ഓരോന്നായി തുറന്നു കിട്ടുന്നുണ്ട്. അധികം വൈകില്ലേ ചേച്ചി? നമ്മൾ നന്ദേട്ടന്റെ അടുത്ത് എത്താറായി.
താനെന്താ ഇവിടെ വന്നിരിക്കുന്നത്? താൻ ഉറങ്ങാൻ വേണ്ടി കിടന്നതല്ലേ? ചോദിച്ച കേട്ടില്ലേ ഈ സമയത്ത് എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്? ഗേറ്റില് ആരെ തട്ടുന്ന പോലെ തോന്നി. നന്ദം വന്നാണോ എന്ന് വിചാരിച്ചു. താൻ എന്തൊക്കെയായി കാണിക്കുന്നത്? സിദ്ധു പോയി കിടന്നുറങ്ങിക്കോ. വന്ന് കിടക്ക് പ്രഭ. കൃത്യമായിട്ട് ഉറക്കവും ഭക്ഷണവും ഇല്ലാതെ അസുഖങ്ങളൊന്നും വിളിച്ചു വരുത്തണ്ട. എന്തെങ്കിലും അസുഖം വന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ജീവിതം മടുത്ത് സിദ്ധു. സിദ്ധുവിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യം പറയ. എന്തിനാ മരിച്ചതിന് തുല്യമായിട്ട് ഇങ്ങനെ ഒരു ജീവിതം? പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്നു. കുടുംബത്തിന്റെ സുഖവും സന്തോഷവും ഒക്കെ പോയില്ലേ? എന്റെ മനസ്സ് മറ്റുള്ളവർക്കോ മറ്റുള്ളവരെ എനിക്കോ മനസ്സിലാവുന്നില്ല. മനസ്സൊക്കെ മരവിച്ചു പോയി. ഏതോ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് അലയുന്നത് പോലെ തോന്നുന്നു. പ്രഭ, എത്ര പ്രാവശ്യം ആ കാര്യങ്ങളൊക്കെ പറയുന്നത്? തന്നെ മനസ്സിലാകുന്നുണ്ട്, തന്റെ വിഷമവും മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളെന്ന് വെച്ചാ എന്നെയും ദേവികയും താൻ മനസ്സിലാക്കുന്നില്ലല്ലോ. അതും ശരിയായിരിക്കും. ഞാൻ എപ്പോഴും എന്റെ ഭാഗം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. നേരെ ചെറിയ തർക്കങ്ങൾ വലിയ വഴക്കുകളായിട്ട് മാറുന്നുണ്ട്. അന്ന് ഹരിയേട്ടൻ പറഞ്ഞ പോലെ നന്ദനെ ഓർത്ത് ഞാൻ മാത്രമല്ല നിങ്ങളും വിഷമിക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നില്ല. എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ മാനസിക നില തെറ്റിത്തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാവാം. അത് മുഴുവൻ ഭ്രാന്തിലേക്ക് മാറുന്നതിന് മുൻപ് ജീവനെടുത്താൽ മതിയായിരുന്നു. ആ രീതിയിലൊക്കെ ചിന്തിച്ച് തുടങ്ങിയെങ്കിൽ താൻ ഒറ്റയ്ക്ക് പോകണ്ടോ? ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് മരിക്കാടോ? ഞാൻ സത്യം പറഞ്ഞതാ. തനിക്ക് ഈ ജീവിതം മടുത്തെങ്കിൽ ഞാനും പിന്നെ ജീവിക്കുന്നില്ല. സുഖവും വിഷമവും ഒക്കെ ഒരുമിച്ച് പങ്കിടാൻ വേണ്ടിയിട്ടാ നമ്മൾ വിവാഹം കഴിച്ചത് അല്ലേ? അപ്പൊ പിന്നെ മരണവും പങ്കിടാം. താനില്ലാത്ത ലോകത്ത് ഞാനും ഇല്ലെന്നേ. എന്താ, നമുക്ക് ഒരുമിച്ചങ്ങ് മരിച്ചു കളഞ്ഞാലോ? അടയാളമൊക്കെ വെച്ചിട്ട് ഇത് തന്നെ എസ്തപ്പന്റെ വീട്. ആരാ ഇത്? ഇവനേതാ? ആരാ?
ചോദിച്ചത്. എടോ താൻ ആരാണെന്ന്. ഞാൻ അത് പിന്നെ കെവിൻ. ആര്? അല്ല പിന്നെ ഞാനേ ഏത് ഞാൻ? താൻ എന്തിനാ വന്നത്? ആരാ? എന്താ? ഇയാള് വന്നിറങ്ങിയിട്ട് പ്രാഞ്ച് നിൽക്കുക. ആകെ ഒരു കള്ള ലക്ഷണം. ഇതാ നിൽക്കുന്ന കണ്ടില്ലേ? എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നുമില്ല. ആരാ? എന്താ കാര്യം? ചോദിച്ചു കേട്ടില്ലേ? അതെ, എന്റെ പേര് കെവിൻ. ആ കെവിൻ. അപ്പോ പ്രതീക്ഷിച്ച പൊണ്ണൊന്ന് സംഭവിച്ചു. ചേട്ടാ. ഏത് കെവിൻ? നീ എന്തിനാ അവിടെ വന്നേ? പറയടാ. ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. നന്ദൻ എന്റെ സുഹൃത്താ. നീ നന്ദപോന്റെ ശത്രുവിലടാ. അയ്യോ അല്ല അല്ല. പറയടാ, നന്ദപോൻ എവിടെടാ? നീ എന്നെ കൊണ്ടുപോയേ? അയ്യോ അല്ലേട്ടാ അല്ല. നീ എന്നെ ചെറ്റേ? നിന്നെ ഞാനെന്ന് കൊല്ലൂടാ. എസ്തപ്പാനെ, അവനെ വിടാ. ഒന്നും ചെയ്യലേട്ടാ. നിന്നെ ഇന്ന് കൊല്ലൂടാ. എസ്തപ്പാനെ, ഞാൻ പോയി കയറെടുത്തോണ്ട് വരാം. നമുക്ക് അവനെ ഇവിടെ കെട്ടിയിടണം. എടുത്തിട്ട് വാ. വേഗം എടുത്തിട്ട് വാ. പിന്നെ ആ വെട്ടുകത്തി കൂടെ എടുത്തോ. ചേട്ടാ. അതെന്തിനാ എസ്തപ്പാനെ? ഇവിടെ വെട്ടി നോക്കി കുഴിച്ചു മൂടാ. അതാ വേണ്ടത്. ഒന്നും ചെയ്യലേട്ടാ. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഉപദ്രവിക്കല്ലേ. ഞാനൊന്ന് പറയട്ടെ. എന്നടാ? നീ ആരാടാ? ഞാനേ ദേവികയുടെ ബന്ധുവാ. പിന്നെ നീ കള്ളം പറയുന്നോടാ. എന്നെ ഒന്നും ചെയ്യല്ലേ. അടിച്ചവന്റെ പല്ല് താഴെ ഇടടാ എസ്തപ്പാനെ. അമ്മമ്മേ, കർത്താവിനെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യലെന്ന് പറ. അയ്യോ ചേട്ടായി. ഏട്ടായി, ഞാൻ കെവിനാ. ദേവികയുടെ അനിയത്തി ശാരികയില്ലേ, അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാ. ദേവികയുടെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ ദേവികയെ വിളിച്ചു ചോദിക്കും. ആ കെവിനാണോ ഇത്? അതെ, ആ കെവിൻ തന്നെയാ. ഇത് പറയണ്ടേ? അത് തന്നെ പറയണ്ടേ മോനെ. ദേവിക മോടെ അനിയത്തി എന്ന് പറയുമ്പോ ഞങ്ങളുടെയും കൂടെ ബന്ധുവല്ലയോ? അപ്പോ നമ്മളൊക്കെ ബന്ധുക്കാരാ. ഓ തമ്പുരാനെ, ആളെ മനസ്സിലാക്കാതാണല്ലോ തല്ലിയേ. അത് സാരമില്ല. ഓ, ഇത് ഇവിടം കൊണ്ട് തീർന്നത് നന്നായി. എന്റെ കർത്താവേ, വെട്ടുകത്തി എങ്ങനെ എടുത്തിരുന്നെങ്കിൽ ചോര കാണാതെ ഇവൻ നിലത്ത് വെക്കുകയല്ല. എന്റെ കർത്താവേ. ഒന്നും മിണ്ടായിരിക്കല്ലേ മച്ചി. ഓനെ കയറി വന്നേ. ചെല്ലുമോനെ, കേറി. വേണ്ട, സാരമില്ല. എന്നാലേ ഏലിയാമച്ചി, നമ്മൾ കാണിച്ച തീരെ ശരിയായില്ല. അയ്യോ സാരമില്ല, വിഷമിക്കണ്ട. അതിരിക്കട്ടെ, കെവിൻ മോൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങളുടെ വീട് വിടാണെന്ന് ആരാ പറഞ്ഞേ? ഞാൻ അറിഞ്ഞു. ദേവിക പറഞ്ഞു. ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാ. എന്നാ പിന്നെ എസ്തപ്പാൻ ചേട്ടനെ കൂടെ കണ്ടിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു. രമച്ചേ, ഇത്രയും സ്നേഹമുള്ള ഒരു ചെറുക്കനെയാണല്ലോ ഞാൻ തല്ലിയേ. എനിക്ക് സങ്കടം വന്നിട്ട് വയ്യ. അയ്യോ സാരമില്ല, ഞാൻ പറഞ്ഞില്ലേ ചേട്ടനത് അറിഞ്ഞോണ്ട് തല്ലിയതല്ലോ. അത് പോട്ടെ അല്ലേ രമച്ചി? അതെ. എസ്തപ്പാൻ ചേട്ടന്റെ ഭാര്യ ഇത്. അയ്യോ, കെട്ടിയുള്ള ആരെങ്കിലും അമ്മച്ചി വിളിക്കൂടാ. അയ്യോ അമ്മയായിരുന്നല്ലേ. ഓ,
അല്ല മോനെ, ഞാൻ അവന്റെ പെങ്ങളാ. ആ, ദേവിക മോളും നന്ദമോനുവേ എന്നെ ഏലിയമ്മച്ചി തന്നെയാ വിളിക്കുന്നത്. നന്ദൻ ഇവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വലിയ വിഷമമായി പോയി. എന്റെ ഒരു അബദ്ധം, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നോക്കി നിൽക്കുക, ചായ എടുക്കുകയല്ലേ അമ്മച്ചി? ദാ പോന്നു. അയ്യോ ഒന്നും വേണ്ട. ഓ പിന്നെ ദേവിക അമ്മയോട് അനിയത്തി വിവാഹം ചെയ്യാൻ പോകുന്ന ആളെ ഇവിടെ വന്നിട്ട് ഒന്നും കഴിക്കാതെ അങ്ങ് പോവോ? ആ ആ, എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ. ആ, ചെന്ന് ചായ എടുക്കുകയല്ലേ അമ്മച്ചി? മോനിരിക്കെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എലിയമ്മച്ചേ, ഓ ഞാനിപ്പോ വരാമേ. എവിടെ പോകുന്ന ദിവസപ്പാനെ? കുറച്ച് ബിസ്ക്കറ്റോ പഴോ വല്ല കിട്ടുമോ നോക്കട്ടെ. ആ അയ്യോ ശരി. എനിക്കൊന്നും വേണ്ടേ. വേണം, നീ തിന്നിട്ടേ പോവൂ. എന്തായാലും റൂമൊക്കെ ഒന്ന് പരിശോധിക്കാം. നന്ദൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഏലിയമ്മച്ചിയാണല്ലോ. ഹലോ മോളെ, കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു. എന്താ അമ്മച്ചി? മോള് പറഞ്ഞതുപോലെ ആളെത്തിയിട്ടുണ്ട്. ആരെത്തി? ആ കെവിൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ആണോ? ആ, മോള് പറഞ്ഞത് തന്നെ സംഭവിച്ചു. ഋഷിയെക്കുറിച്ച് നന്ദസാറിനെ കുറിച്ച് അന്വേഷിക്കാൻ തന്നെ ആയിരിക്കും അവൻ വന്നത്. അവൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ലക്ഷണം കണ്ടാ നമുക്കറിയരുതോ. അവന്റെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിച്ചോണേ അമ്മച്ചി. ഹാ, അക്കാര്യത്തിൽ മോള് പേടിക്കണ്ട. എസ്തപ്പാൻ ആദ്യമേ ശരിക്ക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ആണോ? ആ പിന്നെ കെവിനെ പിടികിട്ടാത്ത പോലൊക്കെ അഭിനയിച്ച് എസ്തപ്പാൻ ശരിക്കും അങ്ങ് കൊടുത്ത്. കെവിൻ എന്ത് പറഞ്ഞാ അങ്ങോട്ട് വന്നത്? നന്ദസാറിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ തുടങ്ങിയത്. പിന്നെ നിവർത്തിയില്ലാതെ ശാരിക മോളുടെ കല്യാണക്കാര്യം പറഞ്ഞു. അപ്പം നമ്മള് റൂട്ട് അങ്ങ് മാറ്റി. കെവിൻ ഇപ്പോഴും അവിടെ ഉണ്ടോ? ആ, സ്വീകരിച്ച് വീട്ടിൽ കയറ്റി. ദേ, ഞാൻ ചായ എടുക്കാനാണെന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് വന്നതാ. പിന്നെ വിളിക്കാം മോളെ. എന്താ? ശരി, അവൻ പോയി കഴിയുമ്പോ തന്നെ വിളിക്കണേ. ശരി ശരി. ശരി. എന്താ ചേച്ചി? നമ്മുടെ പ്ലാനിംഗ് ഒക്കെ കൃത്യമായിട്ട് വരിക. ദാ ഏലിയമ്മച്ചി വിളിച്ചിരുന്നു. കെവിൻ എസ്തപ്പാൻ ചേട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആഹാ, അടിപൊളി. എന്തോ ഉടായ്പ ന്യായീകരണമൊക്കെ പറഞ്ഞോണ്ടാ ചെന്ന് കേറിയത്. ഋഷിയും നന്ദുവിനെയൊക്കെ അന്വേഷിച്ചായിരിക്കും. എന്തായാലും എസ്തപ്പാൻ ചേട്ടനും ഏലിയമ്മച്ചിയും കെവിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവൻ പോയോ? ഇല്ല, അവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. പ്രശ്നമാവോ ചേച്ചി? ഇനി അവന്റെ മനസ്സിൽ വേറെന്തെങ്കിലും പ്ലാനിങ് ഉണ്ടാവോ? എന്ത് പ്ലാനിംഗ് ഉണ്ടെങ്കിലും അത് ഇന്നത്തോടെ അറിയാലോ. എന്തായാലും നമ്മുടെ കണക്കൂട്ടലൊന്നും പിഴച്ചില്ലല്ലോ ചേച്ചി. അതെ. മാഡം, ഇനിയും വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല. CM-നെ നേരിട്ട് കാണാനുള്ള ഏർപ്പാടുണ്ടാക്കാം. പോലീസ് അന്വേഷണം ശക്തമാക്കണം. ഏയ് വേണ്ട, തൽക്കാലം ഇപ്പൊ ഒന്നും ചെയ്യണ്ട. മാഡം, ഋഷിമോൻ എന്തെങ്കിലും
അപകടം പറ്റിക്കാണോന്ന് എനിക്കൊരു ഭയം. ഒരുപക്ഷെ അവനെ ആരെങ്കിലും അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ? ഇല്ല, എന്റെ മോനൊന്നും പറ്റിയിട്ടില്ല. അവൻ ജീവനോടെ ഉണ്ട്. മാഡം, എന്താ ഇത്ര കോൺഫിഡൻസോടെ പറയുന്നത്? എന്തെങ്കിലും വിവരം കിട്ടിയോ?